ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എപ്പോഴും ഉള്ളൊരു കൺസേൺ ആണ്. കുട്ടി വായിക്കുമ്പോൾ ബിയും ഡിയും തിരിഞ്ഞു പോവുക, അതുപോലെ എഴുതുമ്പോൾ 3 തിരിച്ചെഴുതുക, എ തിരിച്ചെഴുതുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഴുതുന്ന രീതിയോ അല്ലെങ്കിൽ വായിക്കുന്ന രീതിയോ ഇതൊരു LDയുടെ ലക്ഷണമാണോ? ശരിക്കും സത്യാവസ്ഥയിൽ എന്താണ് ഈ LD? ഈ 3 വയസ്സ് മുതലുള്ള കുട്ടികളിൽ തിരിച്ചെഴുതുക എന്ന് പറയുന്നത് ഒരിക്കലും LDയുടെ ലക്ഷണമായിട്ട് പറയാൻ പറ്റില്ല. കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ അത്തരത്തിലുള്ള അവർ മനസ്സിലാക്കണതിൻ്റെ വ്യത്യാസമാവാം, എഴുതി പഠിക്കണതിൻ്റെ വ്യത്യാസമാവാം, അങ്ങനെ പലതരത്തിലും വരാം. ഒരു 7 വയസ്സ് 6-7 വയസ്സിന് ശേഷവും അത് തുടരുണ്ടെങ്കിൽ മാത്രമേ അത് LD ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എങ്ങനെയാണ് LD തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾക്കത് തിരിച്ചറിയണമെങ്കിൽ കുട്ടിയുടെ ആദ്യം പഠന പിന്നോക്കാവസ്ഥ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു LP 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളിൽ കുട്ടികളെ എന്തുകൊണ്ട് പിന്നാക്കം നിൽക്കുന്നു, അപ്പോൾ അത് നമുക്ക് ടീച്ചർമാരിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. കുട്ടികൾ പഠിക്കാൻ പിന്നാക്കമാണോ? അപ്പോൾ ഒരു ക്ലാസ്സിൽ ഉദാഹരണത്തിന് ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 10 കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ പിന്നോക്കാവാം. പക്ഷേ അത് മുഴുവൻ LD ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ കുട്ടികളെ തിരിച്ചറിഞ്ഞ് അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടാവാം പഠന പിന്നോക്കാവസ്ഥയ്ക്ക്. ചിലപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയും, സ്കൂളിൽ പോകാനുള്ളൊരു പേടി. സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പേടി, ആൻസൈറ്റി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പഠിക്കാൻ പിന്നോക്കമായിരിക്കാം. അതല്ലെങ്കിൽ കുട്ടിക്ക് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ADHD അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ, കുട്ടികളിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ വീട്ടിലെ പഠന സാഹചര്യം ഭയങ്കര മോശമായിരിക്കാം, വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ അതുമല്ല വീട്ടിലെ പാരൻസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങൾ ഭയങ്കര മോശമായിട്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാവാം. ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇത്തരം ഓരോ കാറ്റഗറിയിൽ നിന്നും നമ്മൾ തിരിച്ചറിയണം ഇത് ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണോ കുട്ടിക്ക് പഠിക്കാൻ പിന്നാക്കം നിൽക്കാൻ അല്ലെങ്കിൽ പഠനം ശരിയാവാതിരിക്കാനുള്ള കാരണമെന്ന്. അപ്പോൾ അതും ഒരു 7 വയസ്സ് 6-7 വയസ്സിലേ അത് ശരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. 7 വയസ്സിന് ശേഷമൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. മറ്റത് മൊത്തത്തിൽ നമുക്കൊരു പഠന പിന്നോക്കാവസ്ഥ, ലേണിംഗ് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ആണെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി. അത് ഒരു 6-7 വയസ്സിന് ശേഷവും ഇത് തുടരുന്നുണ്ടെങ്കിൽ അത് ഈ ലേണിംഗ് ഡിസബിലിറ്റി മൂലമായിരിക്കാം. ശരിക്കും എഴുതാൻ പറ്റായ, അതല്ലെങ്കിൽ വായിക്കാൻ പറ്റാതിരിക്കുക, വായിച്ചാൽ മനസ്സിലാക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ പല തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റികളുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഉള്ളത് ശരിക്കും ഇപ്പോൾ? ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റീസ് ഒത്തിരിയായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതിൽ വെരി കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മൾ കേട്ട് പരിചയമുള്ള ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഈ ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരൊരു എഫേർട്ട്ഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും, വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ വായിക്കുന്നത് ചിലപ്പം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ലെറ്റേഴ്സ് തിരിച്ച് പറയുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ തിരിച്ച് എഴുതുന്ന പോലെ തന്നെ അവർ തിരിച്ച് വായിക്കാം. ഒന്നെങ്കിൽ അതിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ലെറ്റർ അവർ ഒമിറ്റ് ചെയ്യും, അല്ലാതെ ഏതെങ്കിലും വെച്ച് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഒരു ബാലരമ എന്നുള്ള വാക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ലാ മാറ്റിയിട്ട് ബാരമ അങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ വായിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അവർ കണ്ടുപിടിച്ചു എന്നുള്ളതാണെങ്കിൽ ഇപ്പം അവർ കണ്ടുപിടിച്ചു അങ്ങനെ പറയുമ്പോഴാണല്ലോ അതിനൊരു മീനിങ് വരുന്നത്. അവർ ചിലപ്പോൾ അവ എന്ന് പറയും, എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യും. അങ്ങനെ വെക്കുന്നതിനാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ അവർ കഷ്ടപ്പെട്ട് വായിച്ചു, ഒരു ലെറ്റർ എല്ലാം കൂടെ ചേർത്ത് ഒരു പാരഗ്രാഫ് വായിച്ചു എന്ന് തന്നെ കൂട്ടിക്കോളൂ. അപ്പം അതൊന്ന് വായിച്ചിട്ട് നമ്മൾ ചോദിച്ചു ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറയാൻ അറിയില്ല. അപ്പം കഷ്ടപ്പെട്ട് വായിക്കുന്നത്, സ്ലോ ആയിട്ട് അങ്ങനെ വായിക്കുന്നതും അതിലുള്ള ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ വായിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് ഡിസ്ലെക്സിയയിൽ വരിക. അതുപോലെ തന്നെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയും, അവർ എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ പാരൻസ് ഒക്കെ പറയും എന്തെങ്കിലും കൊടുക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് എഴുതുക എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന ഒരു ഫ്രേസ് അവിടേക്കൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു ലൈൻ വെച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി വേറെ എവിടെയെങ്കിലും എത്തുക, ഒന്നെങ്കിൽ അങ്ങനെ എഴുതുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എഴുതുമ്പോൾ ഓരോ വേർഡ്സ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ച് എഴുതും. നമ്മൾ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പം അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് വളരെ
ഭയങ്കര പുവറായിട്ട് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലെറ്റേഴ്സ് തിരിച്ചെഴുതും. ഇപ്പം ബി ഉള്ളത് ഡി, ക്യൂ എന്നുള്ളത് പി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതൊക്കെ ഡിസ്ഗ്രാഫിയയിൽ വരും. ഈ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണോ വരുന്നത്, അതോ എല്ലാ ലെറ്റർ എഴുതുമ്പോൾ ഇതുപോലെ വരും? കാരണം ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ എൽ ഡി ഉള്ളതായിട്ട് അങ്ങനെയാണോ? ഓക്കെ, നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല, മോസ്റ്റ്ലി അങ്ങനെയാണെന്ന് പറയാം. പിന്നെ സിമിലർ ലെറ്റേഴ്സ് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ അവർക്കൊരു പാരഗ്രാഫ് എഴുതാൻ കൊടുത്തു. ഇപ്പം അതിനകത്ത് അവർ എന്നുള്ളൊരു വാക്കുണ്ടെന്ന് വിചാരിക്കുക. ആ അവർ എന്നുള്ള വാക്ക് മുകളിൽ എഴുതുന്ന പോലെയല്ല ചിലപ്പോൾ എഴുതി ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ വരിക, മാറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും നമുക്ക് ഡിസ്ഗ്രാഫിയ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചു, ഡിസ്ഗ്രാഫിയ എപ്പോഴും ലെറ്റേഴ്സ് തിരിഞ്ഞു പോകുന്നതാണോ അല്ലെങ്കിൽ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആണോ? ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ADHD ഉള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്തൊരു ഇതിന് പോകാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതി തീർക്കാനുള്ളൊരു വ്യക്തത അവിടെ കാണും. അല്ലെങ്കിൽ സ്പീഡായിട്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിക്ക് എഴുതാനുള്ള പറ്റാഞ്ഞ് വരികയാണോ, അതോ പകുതി വെച്ച് നിർത്തി പോവാണോ? പകുതി വെച്ച് നിർത്തിപ്പോ. അവര് പകുതി എന്നൊന്നുമില്ല, കുറച്ച് നമ്മൾ പാരൻസ് പറയാറുണ്ട്, നിന്നെ എപ്പോൾ അവിടെ ഇരുത്തിയല്ലോ, ഇപ്പോഴേക്കും അവിടെ എത്തിയെന്ന് ചോദിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ടാവും. അവർക്കൊരു സെക്കൻഡ്സ്, ഇപ്പം കുട്ടികൾ ഒട്ടും ഇരിക്കാതെ അവരിൽ ഒരു മിനിറ്റ് ഇരുന്നു എന്ന് പറയുന്നത് തന്നെ സമാധാനം കിട്ടുന്ന പാരൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതിലും അവർ പെട്ടെന്ന് അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഇതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാം, നമ്മളൊരു ഫിസിക്കൽ പ്രോബ്ലം പറയുന്നതും സൈക്കോളജിക്കൽ പ്രോബ്ലം ഒക്കെ പറയുന്നത് അതൊരു ലേബലാണ് അല്ലേ, നമുക്ക് ആ അസുഖം ഉണ്ടെന്നുള്ളത്. അപ്പോൾ മറ്റതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതാണെന്ന് ഒരാൾക്ക് പറയാൻ പാടുള്ളൂ. കാരണം അത് അവർക്ക് വരുന്നൊരു ലേബലാണ്. സോ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അതാണ് ഡിസ്ഗ്രാഫിയയിലുള്ളത്. പിന്നെ ഇതിപ്പം അരിത്തമെറ്റിക് പ്രോബ്ലംസ്, കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതന്നെ ചിലപ്പം അതിൻ്റെ സിമ്പിൾസ് കണ്ട പോലെ മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ കൂട്ടുന്ന സിമ്പിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ 2 അക്ഷരം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്യാനാണെന്ന് മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും. അതല്ലെങ്കിൽ നമ്പറിൻ്റെ മൂല്യം അറിയാത്തവരുണ്ടാവും. 10 രൂപയും 100 രൂപയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് മാത്തമാറ്റിക്കൽ. കൂടുതലും കുട്ടികൾക്ക് വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും ബുദ്ധിമുട്ടുള്ളവരെ ഡിസ്കാൽക്കുലിയ കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ചും കൂടെയൊക്കെ കണക്ക് പിന്നെയും കിട്ടും അവർക്ക്. കാരണം അത് പറഞ്ഞാൽ മതി, എഴുത വേണ്ട പഠിക്കും വേണ്ട, അവർക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഡിസ്കാൽക്കുലിയ ഇവരെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഡിസ്കാൽക്കുലിയ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ, അതുപോലെ തന്നെ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, നോൺ വെർബൽ LD എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കിയാൽ മതി, കുട്ടികൾ ഇപ്പം കൂടെയുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില കുട്ടികളുടെ നോട്ട്ബുക്ക് മിസ്സിങ് ആയിരിക്കും, മീൻസ് കുറേ പോർഷൻസ് അവർ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പം ഇതിലിപ്പോൾ ഈ വിഷ്വൽ മോട്ടോ ഡെഫിസിറ്റിലൊക്കെ എന്താ വരിക എന്ന് വെച്ചാൽ കാണുന്നത് കോപ്പി ചെയ്യാൻ പോലും അവർക്ക് കഴിയില്ല. അവർ വായിക്കുന്നത്, അവർ കണ്ട് മനസ്സിലാക്കുന്നത് ആവല്ല എഴുതുമ്പോൾ വരിക. കോർഡിനേഷൻ വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് വിഷ്വൽ പ്രോസസ്സിങ് നടന്നിട്ട് ആ ഇൻഫർമേഷനെ ഒരു മൂവ്മെൻ്റ് ആക്കുമ്പോൾ അതിൽ ഡെഫിസിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അവർ അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ നോട്ട് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇപ്പം എല്ലാവർക്കും ഒരു ആവറേജ് ടൈം ആയിരിക്കുമല്ലോ കൊടുക്കുക. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികൾക്കും ഒരേ ടൈം തന്നെ കൊടുക്കുക. ആ ഒരു ടൈമിൽ ഇവർക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അത് ഒന്നെങ്കിൽ ഈ പ്രോസസ്സിങ്ങിൽ വരുന്ന ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിസ്ഗ്രാഫി ആവാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഓരോ കാറ്റഗറീനെ മനസ്സിലാക്കുക. ഉള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പ്രിവാലൻസ് ഡിസ്ലെക്സിയയിലാണ്. ഡിസ്ലെക്സിയ. ഇതിപ്പം ഈ ലേണിംഗ് ഡിസബിലിറ്റി എങ്ങനെയാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക? എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുപിടിക്കാൻ എത്ര സമയം എടുക്കും? അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് ഏജ് ഗ്രൂപ്പ് കുട്ടികളിലാണത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? അത് ഇപ്പം പറഞ്ഞ പോലെ ഈ ഒരു KG പീരീഡിലോ LPയുടെ തുടക്കത്തിലൊക്കെ അത് പറ്റുള്ളൂ. KGയിലൊന്നും നമുക്ക് അത്ര തിരിച്ചറിയാൻ പറ്റില്ല, ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ കാരണം. ഒരു 7 വയസ്സിന് ശേഷവും 6-7 വയസ്സിന് ശേഷവും ഈ തിരിച്ച് എഴുതലും അതുപോലെ വായിക്കാൻ പറ്റാത്തതും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിന് കുറേ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം. അപ്പോൾ അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ല, അതിനോട് കൂടെ ചേർന്നിട്ടും വരാം, അങ്ങനത്തെ കുറേ അസുഖങ്ങളോട് ചേർന്നിട്ട് വരാം. അതല്ലെങ്കിൽ ഈ ആൻസൈറ്റി ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പ്രശ്നം വരുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത് അതിന് കുറേ നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്, അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നും ആ കുട്ടിയുടെ ഓരോ സ്പെസിഫിക് ഏരിയയിലും എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. മുൻപ് പറഞ്ഞ പോലെ ഹാൻഡ് റൈറ്റിംഗ് മോശമായത് അതും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ വളരെ നന്നായിട്ട് അക്കാഡമിക്കലി നല്ല പെർഫോമൻസ് ഉള്ള ആളുടെയും ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കാം ചിലപ്പോൾ.
ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ആളുടെ 10ാം ക്ലാസ് വരെ ആളെ 4 ലൈൻ കോപ്പി എഴുതിച്ചിട്ടുണ്ട്. ആൾ നല്ല റാങ്കിൽ MBBS എൻട്രൻസ് എല്ലാം പാസ്സായി വന്ന ആളാണ്. പക്ഷേ എഴുത്ത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റാത്ത വിധത്തിൽ മോശമാണ്. അപ്പം അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അങ്ങനെ വരാം. പക്ഷേ നമുക്ക് ഇതുപോലെ തീരെ എഴുതിയിട്ട് വായിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് ഒട്ടും എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആദ്യം ഇത് സോർട്ട് ഔട്ട് ചെയ്യണം നമ്മൾ. അതല്ല എന്താണ് അല്ലാത്ത കാര്യങ്ങൾ, അതിൽ നിന്നും അതൊന്നും അല്ല, അത് ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണെന്ന് തിരിച്ചറിയാൻ, മറ്റ് അസുഖങ്ങളല്ല എന്നുള്ളത് തിരിച്ചറിയണം ആദ്യം. ഇപ്പം ഓരോ സ്റ്റേജിലും ഓരോ കുട്ടികൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ വളരെ വ്യത്യസ്തമുള്ളതാണല്ലോ. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിൽ എന്തെല്ലാമാണ് അവർ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് കാണിക്കുക? അത് ഈ പറയുന്ന ഓരോ അസുഖത്തിനും അത് ഏത് ഡിസബിലിറ്റി ആണെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ തിരിച്ച് എഴുതുക അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ചില ലെറ്റേഴ്സ് എഴുതാൻ പറ്റാതിരിക്കുക എന്നുള്ള ആ രീതിയിലുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ വായിക്കുമ്പോൾ, ഇപ്പോൾ മുമ്പ് ഡോക്ടർ അഞ്ജലി പറഞ്ഞ പോലെ വായിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും, മാത്സ് ഒട്ടും സയൻസ് ഒന്നും തിരിച്ചറിയണില്ല, കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കാം. അപ്പം അത് ഏത് ഏരിയയിലാണ് ആ കുട്ടിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്. ഈ അഡൾട്ടിലും ഈ LD വരില്ലേ, അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് കാണിക്കുക പൊതുവെ LD ഉള്ള കൂടുതലുള്ള അഡൾട്ട്സിന്? നോക്കൂ, നമ്മൾ LD എന്ന് പറയുന്നതിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, എല്ലാ അസുഖങ്ങൾക്കും ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. ICD-ലാണെങ്കിലും ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഓരോ അസുഖവും നമ്മൾ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ ഓരോന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ LD-യിൽ പറയുമ്പം ഇന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, അതായത് വിത്ത് റെസ്പെക്ട് ടു റൈറ്റിംഗ്, വിത്ത് റെസ്പെക്ട് ടു റീഡിങ്, വിത്ത് റെസ്പെക്ട് ടു മാത്തമാറ്റിക്സ്, അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നമ്മളത് മാറാനുള്ള സ്ട്രാറ്റജീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടും 6 മന്ത്സോളം അതിലൊരു അനക്കവും അല്ലാതെ അതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്രൈറ്റീരിയ ഒരെണ്ണം ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ LD ആണോ എന്നുള്ളേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി. പിന്നെ നമ്മൾ നോക്കുമ്പം എപ്പോഴും അത് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നൊരു കാര്യമുണ്ട് അല്ലേ. അപ്പം എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ അവരുടെ ഏജിന് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഏജിനെക്കാട്ടിലും താഴെ, അവരുടെ ക്രോണോളജിക്കൽ ഏജിനെക്കാട്ടിലും താഴെയാണ് ആ സിംറ്റംസ് എല്ലാം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം സാറ്റിസ്ഫൈ ചെയ്തു. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ വേറൊരു അസുഖങ്ങൾ കൊണ്ടും അല്ല എന്നുള്ളത് ഉറപ്പിക്കണം എന്നുള്ളതാണ് പിന്നെ LD-യിലുള്ളത്. ASD-യുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ വേറെ അസുഖങ്ങളൊന്നും കൊണ്ടല്ല, പക്ക ഇന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്തുള്ള ഒരു കാര്യമായി. പിന്നെ അത് അവരുടെ സോഷ്യൽ, പേഴ്സണൽ, ഒക്യുപ്പേഷണൽ അങ്ങനെയുള്ള അവരുടെ ആസ്പെക്റ്റിനൊക്കെ അത് പ്രശ്നമാവുമ്പോഴാണ്, അതായത് നമുക്കും തോന്നണം നമ്മൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്ന് തുടങ്ങി എന്നുള്ളൊരവസ്ഥ, അപ്പോഴാണ് അത് അസുഖം പൂർണ്ണമായിട്ട് ഒരസുഖമായി എന്ന് പറയുന്നത്. ഇപ്പം കുഞ്ഞു കുട്ടികളിലൊക്കെ അത് വരുമ്പോൾ കൂടുതലായിട്ട് കുട്ടികളെക്കാട്ടിലും കൂടുതൽ അറിയുന്നത് ഒബ്വിയസ്ലി അവരുടെ പാരൻസിനാവും. പഠിക്കാൻ വിടുന്ന കുട്ടികളാണെങ്കിൽ ടീച്ചേഴ്സിനും മനസ്സിലാവും. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രൈമറി സെറ്റിങ്സിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പതികതും നഴ്സറിയിലോ അല്ലെങ്കിൽ ഇപ്പം KG ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കൂടുതലും റൈംസും കാര്യങ്ങളൊക്കെ ആവും കൊടുക്കുക അല്ലേ. അപ്പം ടീച്ചേഴ്സ് അത് പറയുമ്പോൾ അവർക്ക് അത് ഒപ്പം പറയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പാടുന്നത് പിന്നെ ഓർത്ത് പാടാൻ പറ്റുന്നുണ്ടോ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, അവർ കളർ ചെയ്യല്ലേ, അവർക്ക് കളറിങ് അവേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കളർ ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിലൊക്കെയാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടോയെന്ന് നമ്മൾ അപ്പോഴും സംശയത്തോടെ കാണണം എന്നല്ല, പക്ഷെ നമ്മളെപ്പോഴും ഏർലി ഡിറ്റക്ഷൻ ഒരു നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, അവരോട് ഇപ്പം ഒരു 5 വയസ്സ് വരെയൊക്കെയാണല്ലോ നമ്മൾ 3 to 5 പറയാം. അപ്പോൾ പറയും ഡ്രസ്സൊക്കെ ഇടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബട്ടൺസ് ഇടാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾക്കൊന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും വ്യത്യാസമില്ലാത്ത 6 മന്ത്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് ആലോചിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രൈമറി ഒരു LP ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റിംഗ്, കാരണം നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി അല്ലേ, അക്ഷരങ്ങൾ എഴുതാനും നമ്പർ എഴുതാനൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ എഴുത്തും വായനയും അതുപോലെ തന്നെ കണക്കിൻ്റെ ആദ്യത്തെ ബേസിക്സും അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പ്രൈമറി ക്ലാസ്സിലുള്ളത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞൊരു UP ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ അവർ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ മനസ്സിലാക്കി തുടങ്ങി. ഈ UP എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അഡോളസൻസ് ആ ഒരു ഏജ് ഗ്രൂപ്പും കൂടെ അവിടെ വന്നു. അവർക്കാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഡിഫിക്കൽട്ടീസ് നന്നായിട്ട് വരും. എല്ലാ കാര്യങ്ങളും ഭയങ്കര മെസ്സി ആയിട്ടിരിക്കും. മാത്രമല്ല ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷനുകൾ, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച ഒരു ഇമോഷണൽ ടർബുലൻസ് വന്നു തുടങ്ങാനുള്ള ടൈമായി. കാരണം അപ്പോഴേക്കും നമ്മൾ എന്തായാലും ഒന്നുകൂടെ പീർ ഗ്രൂപ്പുമായിട്ടൊരു
അടുപ്പം വരേണ്ട ടൈമായല്ലേ, ഇവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാലേക്കും എനിക്ക് ബുദ്ധിമുട്ടായി, നിങ്ങൾ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല എന്ന് പറയുമ്പോഴേ എനിക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വരും. പിന്നെ അവരുടെ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിനൊക്കെ അവിടെ പ്രശ്നം വരും. അതൊരു അഡൾട്ട് സ്റ്റേജിലേക്ക് വരുമ്പം അവർക്ക് ഗ്രോസ് മോട്ടോർ ബുദ്ധിമുട്ടുകളാവും ഉണ്ടാവുക. അതായത് അവരുടെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടായി, ഒരു വെർബലായിട്ടുള്ളതാണെങ്കിലും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ ഒന്നുകൂടെ സെൽഫ് സഫീഷ്യൻ്റ് ആവുമല്ലോ. അപ്പം ഒരു ബില്ല് അടയ്ക്കാനാണെന്നുണ്ടെങ്കിലും ഒരു മണി മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ട ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊരു സ്ഥലത്ത് പോയി ബില്ലടച്ച് ഇത്ര കൊടുത്തു തിരിച്ചിത്ര വാങ്ങണം, അതിന് പോലും പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ ഫ്രസ്ട്രേഷൻ മാറി ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ളൊരവസ്ഥ, പ്ലസ് അതിലൊരു ഡിപ്രഷൻ്റെ ഫാക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാം, പക്ഷെ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ എപ്പോഴും ഇത് പറയുമ്പോഴും ഇത് കറക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്തു എന്നും അല്ലെങ്കിൽ നമ്മളിത് കണ്ടുപിടിച്ചിരുന്നോ എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം വെച്ച് നോക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അങ്ങനെ നമുക്ക് ഏജ് വൈസ് ഒരുവിധം കണ്ടുപിടിക്കാൻ പറ്റും, അത്രയും ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കണം അല്ലേ? അതെ അതെ. ഇപ്പം LD ഇപ്പോൾ വരുന്ന വ്യക്തികൾക്ക് LD മാത്രമാണോ വരിക, അത് അസോസിയേറ്റഡ് വേറെ മെന്റൽ കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടോ? അത് വേറെ രോഗങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തതും വരാം. ഇപ്പോൾ മുൻപ് പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അതിനോട് ചേർന്നിട്ട് നമുക്ക് LD കാണാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലുള്ള അത്തരം പ്രശ്നങ്ങളിലുണ്ടാവാം. അതുപോലെ കുട്ടികളിലുണ്ടാകുന്ന ഈ ആൻസൈറ്റി ഡിസോർഡറിലും അങ്ങനെ പല രോഗങ്ങളിലും അതിനോടനുബന്ധിച്ച് LD ഉണ്ടാവാറുണ്ട്. അത് മാത്രമായിട്ട് ഒരു രോഗമായിട്ടും വരാം, മറ്റു രോഗങ്ങളോട് ബന്ധപ്പെട്ടിട്ടും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാറുണ്ട്. ഇപ്പം പുതിയ കണക്ക് പ്രകാരം 1 out of 3 ASD കുട്ടികളിൽ, അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഇത് വന്നുകൊണ്ട് അത് വരണം നിർബന്ധമില്ല. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ്ങിലും അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്ങിലും ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാനുള്ളൊരു പ്രശ്നം അവർക്ക് ഓൾറെഡി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് LD പോലത്തെ പ്രസൻറ്റേഷൻ ആവും. ടിപ്പിക്കൽ LD വേണമെന്നില്ല, ഇത് രണ്ടും ഒരുമിച്ച് വരണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഓൾറെഡി എനിക്ക് ഇപ്പം IQ കുറവാണെന്നൊരു നിർബന്ധമില്ല. IQ ആവറേജ് ഒരു എബവ് ആവറേജ് എന്നാണ് LDയുടെ പുതിയ നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലൊക്കെ അത് തന്നെ പറയുന്നുണ്ട്. അപ്പം IQ കുറവാണെന്ന് പറയുമ്പം അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇന്റലക്ച്വൽ ഡെഫിസിറ്റിലേക്ക് പോയി. അതിന്റെ ഭാഗമായിട്ടാണ് പഠിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ മാം പറഞ്ഞ പോലെ കാറ്റഗറിയെ മാറി. അസോസിയേറ്റഡ് ആയിട്ട് LD ആക്ച്വലി IQ ആയിട്ട് അസോസിയേറ്റഡ് ആണോ? അതാണ് ഇപ്പോഴത്തെ പുതിയത് വെച്ചാൽ ആവറേജും അതിന് എബവും ഇന്റലക്ച്വൽ ഫങ്ഷനിങ് ഉണ്ടാവാം LD കുട്ടികൾക്ക്. ഈ LD ഉള്ള കുട്ടികൾക്ക് IQ എപ്പോഴും കുറവാവോ? IQൻ്റെ ലെവലൊക്കെ ശരിക്കും എങ്ങനെയാണ് നമുക്ക് LD ഉള്ള കുട്ടികൾക്ക് പൊതുവെ കാണാൻ പറ്റുക? പുതിയ പഠനങ്ങളനുസരിച്ച് ആവറേജും എബവ് ആവറേജ് IQ ഉള്ളവർക്ക് LD ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ ഈ എഴുതാനോ വായിക്കാനോ ഉള്ള പ്രശ്നം അവരുടെ IQ കുറവ് കൊണ്ടല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അവർക്ക് പ്രശ്നമുണ്ടെങ്കിലും മറ്റുള്ള ഏരിയയിൽ അവർ ഭയങ്കര എക്സ്പേർട്ടാവാം. ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങളാണെങ്കിലോ പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റൈറ്റിങ്ങിന് പ്രശ്നമുള്ള ആൾ ചിലപ്പോൾ മാത്തമാറ്റിക്സിൽ ഭയങ്കര എക്സ്പേർട്ടായിരിക്കാം. അങ്ങനെ അവരുടെ ആ ഏരിയയിൽ മാത്രമേ എന്താണ് ഡിസബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ആ ഏരിയയിൽ മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. മറ്റുള്ള ഏരിയകളിൽ അവർ നല്ല എക്സ്പേർട്ട് ആവാം. ബാക്കി അസുഖമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടല്ല വരുന്നതെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഓട്ടിസ്റ്റിക് ഡിസോർഡർ വേറെ ഡിസോർഡറായിട്ടും കണക്ട് ചെയ്തിട്ടല്ലെങ്കിൽ അവർ മറ്റുള്ള ഏരിയകളിൽ നല്ല എക്സ്പേർട്ട് ആവാം. അത് IQ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. IQ കുറവായിക്കൊള്ളണം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കാൽക്കുലേഷന് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കി എല്ലാ മേഖലയിലും ആ കുട്ടിക്കോ ആ വ്യക്തിക്കോ സ്കിൽഫുൾ ആയിരിക്കാം അല്ലെ? അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിലൊന്നും ഒരു ബുദ്ധിമുട്ട് വരാവുന്ന സാധ്യതകൾ വളരെ കുറവല്ലേ? അതെ. അപ്പോൾ അതുപോലെ ഈ മാത്സിൽ ഭയങ്കര ടോപ്പായുള്ള ആൾക്കാർക്കും റീഡിങ് ഓർ റൈറ്റിംഗ് പ്രശ്നം ഉണ്ടായിരിക്കാം. അവർ മാത്സിൽ ഭയങ്കര എക്സ്പേർട്ടായിരിക്കാം. അപ്പോൾ അതൊരിക്കലും IQ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർ. ഡിസ്ലെക്സി ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എഴുതാൻ ഒരാളെ വെച്ചാൽ മതി. നമുക്ക് LD ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതിപ്പിക്കാം. നമുക്ക് ഓർത്തെടുക്കാനോ പറയാനോ പ്രയാസമില്ല. ഞാൻ പ്രിസ്ക്രിപ്ഷൻ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ ഒരാളുടെ ഹെൽപ്പ് മേടിക്കാം അല്ലേ? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ എന്ത് വെച്ച് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള, അയ്യോ എനിക്കിത് വന്നു അല്ല, പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ അവർക്ക് LD ഉണ്ട്. ഡിസ്നി അവർക്ക്
LD ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്കറിയാവുന്ന കുറേ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുണ്ട്. പക്ഷെ അവർക്കത് റെക്ടിഫൈ ചെയ്ത് ബാക്കിയുള്ളതിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ഡൊമൈൻ മാത്രമാണെന്നില്ല. നമ്മൾ LDയുടെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യും. അപ്പോൾ അതിൽ മൈൽഡിൽ 1 or 2 ഡൊമൈനായിരിക്കും. പക്ഷെ അവരുടെ ബാക്കിയുള്ളതിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ഹെൽപ്പ് കൊടുക്കുമ്പോൾ അവർക്കത് പിക്കപ്പ് ചെയ്ത് പോരാൻ പറ്റും. മോഡറേറ്റിലാകുമ്പോൾ 1 or 2 ഡൊമൈൻ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ കൊടുത്താലും കണ്ടിന്യൂസ് സപ്പോർട്ട് വേണ്ടി വരും. ലാസ്റ്റിലത്തേലാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കൊടുത്താലും ഒരു അങ്ങനെ തള്ളി പോവുക, ആ ഒരു അവസ്ഥയിലേ അപ്പം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക. അല്ല, ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ മാത്സിൽ അവർ എക്സ്പേർട്ട് ആണെങ്കിൽ എഴുതാൻ ടൈപ്പ് റൈറ്റിംഗ്, ഹാൻഡ് റൈറ്റിംഗ്, കൈ കൊണ്ട് എഴുതണ്ട, ടൈപ്പ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. റീഡിംഗ് ആണെങ്കിൽ നമുക്ക് വായിച്ച് കേൾക്കുന്ന ബുക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാം നമ്മൾ തനിയെ വായിക്കേണ്ട, കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുട്ടി എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, വായിക്കാൻ പറ്റില്ല. കുട്ടി കേട്ടിട്ട് അമ്മോട് വായിക്കാൻ പറഞ്ഞിട്ട് ബൈഹാർട്ട് ചെയ്യും, ബുക്ക് മുഴുവൻ ബൈഹാർട്ട് ചെയ്യും, ബുക്കിലൊരു ചാപ്റ്റർ ബൈഹാർട്ട് ചെയ്യും. ടീച്ചർ വായിക്കാൻ പറഞ്ഞാൽ കുട്ടി നന്നായിട്ട് വായിക്കും. പക്ഷേ ആ കുട്ടി ബുക്ക് നോക്കിയിട്ടല്ല വായിക്കണേ, ബൈഹാർട്ട് ചെയ്ത കാര്യമാണ് വായിക്കണത്. അപ്പോൾ അങ്ങനെ അവർക്ക് നല്ല IQ ഉള്ള ആളാണെങ്കിൽ ഇതിനെ നന്നായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അവരുടെ എന്താ പ്രശ്നമുള്ള ഏരിയ എന്ന് വെച്ചാൽ അതിൽ മാത്രമല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം അവർ എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഓരോ കണ്ടീഷനിലും ഡിഫറെൻ്റ് ആവുമല്ലോ, അപ്പം എന്തെല്ലാമാണ് അതിന് വേണ്ടി ഹെൽപ്ഫുൾ ആവുക? ഓക്കെ, അത് നമ്മൾ എല്ലാതും ഡിപ്പെൻസ്. എന്താണോ പ്രശ്നം, അസോസിയേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതിനനുസരിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. അപ്പം മെഡിസിൻ കൊടുക്കുന്ന ഒരു ഭാഗം പറയാം, നമുക്ക് എന്തൊക്കെയാണ് അതിൽ കൊടുക്കുക എന്നുള്ളത് ഞാൻ പറയും. അതല്ലാണ്ട് നമ്മളതിൻ്റെ കൂടെ കുറേ തെറാപ്പീസ് കൊടുക്കേണ്ടി വരും. ഇപ്പം അതെ, ടൈലേർഡ് അപ്രോച്ചാണ് എല്ലാവർക്കും. ഇപ്പം നമ്മൾ പൊതുവെ ആയുർവേദത്തിൽ പറയുമ്പം ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടായിരിക്കും അല്ലേ ട്രീറ്റ്മെൻറ്റ്. കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി ഇങ്ങനത്തെയൊക്കെ കാര്യത്തിൽ ചിലവർക്ക് വായിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നതും കൂടെ ചേർത്ത് വല്ല സ്പീച്ച് തെറാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ചിലവർക്ക് ഓർഗനൈസേഷനാണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്യുപേഷണൽ തെറാപ്പി എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പി, അങ്ങനെ കുറേ കൊടുക്കാം. ഇപ്പം കുറേ പുതിയ ടെക്നോളജീസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതിൽ അസിസ്റ്റീവ് ടെക്നോളജീസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഓഡിയോ ബുക്സ്, അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഇപ്പം എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. ചില എക്സാമ്പിൾ നമ്മൾ എഴുതിയേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ നമ്മൾ പറയുന്നത് റിട്ടേൺ എക്സ്പ്രഷൻ ആക്കാനുള്ള ആപ്പുകളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി എഴുതിയതാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ പോലും എന്താ, നമുക്കത് വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഓഡിയോ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ഞെക്കി കഴിഞ്ഞാൽ എഴുതിയത് നേരിട്ട് കേൾക്കാൻ പറ്റും, നമ്മൾ തന്നെ ഇരുന്ന് വായിക്കണം എന്നില്ല. അപ്പം അങ്ങനത്തെ ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാം. 1. 2, ഇപ്പം യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്, അതെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന രീതിക്കുള്ളതാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക, പ്ലസ് എല്ലാവരെയും അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്. പിന്നെ അതല്ലാണ്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പം മൾട്ടി സെൻസറി ലേണിംഗ് ഉണ്ട്. അതായത് നമ്മുടെ എല്ലാ സെൻസും വെച്ച് കണ്ടും കേട്ടും തൊട്ടും ഒക്കെ ഉള്ള രീതിക്ക് നമ്മളുടെ വർക്ക് ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. വിഷ്വൽ, ഓഡിറ്ററി, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, കനസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുട്ടികളിൽ സ്ട്രിഞ്ചൻ്റ് ആയിരിക്കും, പക്ഷെ അതും ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടിക്ക് കണ്ടുപിടിക്കാനാണ്, പെട്ടെന്ന് കാണുന്നതെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആ കുട്ടിക്ക് വിഷ്വൽ എയ്ഡ്സ് വെച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചിത്രങ്ങളൊക്കെ കാണിച്ച്, അപ്പോൾ ആന എന്നുള്ളതാണെങ്കിൽ ആനയുടെ പടം കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഭാവിയിൽ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതാണ് ആന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റും. വിഷ്വൽ എയ്ഡ്സ് നല്ലതാണ്. ഓഡിറ്ററി ആയിട്ടുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കുട്ടികൾക്ക് ഇത് ഏതാന്ന് വെച്ചാൽ ആ ചാപ്റ്റർ വെച്ച് അവർ പറയുമായിരിക്കും, പക്ഷെ അതിലൊരു വരി വെച്ചാൽ പറയില്ല, കാരണം അത് വായിക്കാൻ അറിയാത്ത പ്രശ്നമാണ്. പക്ഷെ അവർക്ക് കേട്ട് പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർക്ക് ഓഡിയോ ബുക്സ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള രീതിക്കും കൂടെ നമ്മുടെ സിസ്റ്റത്തിനെയും കൂടെ അവർക്കും കൂടെ ചേർത്ത് മാറ്റേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം യൂണിവേഴ്സൽ ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെയാണ് മൾട്ടി സെൻസറിയിൽ. പിന്നെ കനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവരിപ്പം നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മണ്ണിലൊക്കെ എഴുതി പഠിപ്പിക്കുമായിരുന്നു അല്ലേ. അതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ കൂടുതൽ സെൻസറി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പറ്റുന്ന കുട്ടികൾ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവരുണ്ട്. പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, എഴുതി വായിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് അങ്ങനെ. അപ്പോൾ അവരുടെ ലേണിംഗ് മെത്തഡോളജി ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കും കൂടെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്താൽ, ടീച്ചേഴ്സ് മാത്രമല്ല പാരൻസും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ ചെയ്യുമ്പോൾ ഇവർക്ക് എപ്പോഴും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാരൊരു 10 എണ്ണം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ഒന്നാമത്തെ തെറ്റിലുള്ള ഇതിൽ ഇത്രയും തെറ്റുണ്ട് കേട്ടോ, രണ്ടാമത്തിൽ അങ്ങനെയല്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ് പുതിയ സ്ട്രാറ്റജിയിൽ പറയണതിൽ ഒരെണ്ണം. തെറ്റുമ്പോൾ അപ്പം ക്ലിയർ ചെയ്യുക.
അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓർമ്മയൊന്നും ശരിക്കും നിന്നോളണമെന്നില്ല. അപ്പോൾ ഈ 10 കഴിഞ്ഞ് ആദ്യം പറയാനുള്ളത് നിൽക്കണ്ടല്ലോ, നമ്മൾ അപ്പം ഉള്ളത് കറക്റ്റ് ചെയ്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാ ഒരാളെ മറ്റൊരു അസാധാരണമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാലും പഠിക്കാൻ വലിയ പ്രയാസമില്ലാത്ത കുട്ടികൾക്ക് നമ്മളൊരു 10% എഫേർട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു 60, 70, 80 ഇടേണ്ടി വരും. അപ്പം നമ്മൾ ഇരുന്നിട്ട് ക്ഷമല്ല എന്ന് പറഞ്ഞാൽ എത്ര നേരം ഇത് പറയണമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അവർക്ക് അത്രയും നേരം എടുക്കും അത് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പം അതിൽ തന്നെ ഒരു ഓഡിറ്ററി പ്രോസസ്സിങ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് LD-യിൽ. അവർക്ക് ഇപ്പോൾ ഒരു വലിയ സൗണ്ടുകൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് നമ്മൾ കോംപ്ലക്സ് അറ്റൻഷൻ പറയില്ല, ഇപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം ക്യാച്ച് ചെയ്ത് അത് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ കൊടുക്കാൻ പാകത്തിന് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ പറയും ഒരു 10-15 തവണ വിളിച്ചാലേ ഒന്ന് കേൾക്കുള്ളൂ എന്ന് പറയും. ചിലപ്പോൾ ഇവിടെ നിന്നാണ് വിളിക്കണമെങ്കിൽ കുട്ടി ചെല്ലുന്നത് ആ ഡയറക്ഷനിലേക്കായിരിക്കും. അവർക്ക് ഡയറക്ഷൻ മനസ്സിലാവണമെന്നില്ല, അതായത് സൗണ്ട് കേൾക്കുന്ന ഡയറക്ഷൻ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം എല്ലാ രീതിക്കും ഇതൊരു അറ്റൻഷന്റെ പ്രശ്നമായിട്ടല്ല അല്ലേ വരുന്നത്? അറ്റൻഷന്റെ പ്രശ്നമായിട്ടും വരാം. ഇത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മൾക്ക് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ എല്ലാത്തിൻ്റെയും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും കൂടെ ചേർത്ത് തന്നെ നമ്മൾ നോക്കുക. ഏതൊരു അസുഖം ഇതാണെന്ന് പറയുന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണോ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് പോവുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് മാൻഡേറ്ററി ആണ്. പിന്നെ അതുപോലെ തന്നെ ഫോണറ്റിക് ലേണിംഗ് ഉണ്ട്, സൗണ്ട് കേട്ട് പഠിക്കുന്നത്. ഇപ്പം ഒരു കുട്ടീനോട് പറയുക പാലക്കാട് എന്ന് എഴുതാനാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഓക്കെ ആദ്യം വരുന്ന സൗണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ ആണെന്ന് പറയാൻ പാകത്തിന് നമ്മൾ ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയോടെ ഇപ്പോൾ ഇത് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ പ എന്ന് പറയുകയാണെങ്കിൽ അവർ പ എന്നുള്ള ലെറ്ററെങ്കിലും എത്തും, എഴുതാൻ പറ്റുമോ ഇല്ല എന്നുള്ളതല്ല, പ എത്തി. പിന്നെ നമ്മൾ ആ എന്ന് നീട്ടുമ്പോൾ ദീർഘം അവിടെ ആഡ് ചെയ്യണം എന്ന് മനസ്സിലാവില്ലേ. അങ്ങനെ ഓരോ വോയിസ് വെച്ച് ഫോണറ്റിക് ലേണിംഗ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ ബുക്സ് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സ്പീച്ച് എന്താണോ അതിനെ കൺവേർട്ട് ചെയ്ത് ലെറ്റേഴ്സായിട്ട്, അതായത് ആസ് എ പാരഗ്രാഫായിട്ട് വരുന്ന രീതിക്കുള്ള അങ്ങനെയുള്ള ആപ്പുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ പുറത്തുള്ള കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. കുട്ടികളോട് അക്ഷരത്തിൽ ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമെന്ന് പാരൻസ് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു കേസാണ്. അതിൽ ഹാൻഡ് റൈറ്റിംഗ് മഹാമോശം എന്ന് പറഞ്ഞാൽ പറയും, എന്തിനാ എഴുതേണ്ട ആവശ്യം എന്താ, നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്യല്ലേ, എല്ലാം പ്രിൻ്റ് എടുത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അവർ ചോദിക്കുന്നത് ലോജിക്കലാണ്. പക്ഷേ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവരുടെ നാട്ടിലേക്ക് ആ സിസ്റ്റം അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ അവരോട് നമ്മൾ ഇന്നാലും നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതാണ് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഏതെങ്കിലും ഒരു രീതിക്ക് അവർ നേരെയായി വരണം എന്നുള്ളതാണ്. പിന്നെ ഇവർക്കൊന്നും ഈ അക്കാഡമി, നമ്മളതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ് ആൻഡ് യൂസിങ് അക്കാഡമിക് സ്കിൽസ് എന്നാണ്. അപ്പോൾ അക്കാഡമിയിലാണ് മെയിൻ പ്രശ്നമുണ്ട്. ബാക്കി അവർക്ക് നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതെ ഫങ്ഷണൽ അക്കാഡമിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ LD-യിലുള്ള കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ, അതോ അവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു സ്കൂള് അങ്ങനെ വേണമെന്നുണ്ടോ, നിർബന്ധമാണോ? ഒട്ടും വേണമെന്നില്ല സാധാരണ സ്കൂളിൽ. പക്ഷേ അവർക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണം എന്നുള്ളത്, അത് ഈ ഇൻഡിവിജ്വലൈസ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിയിട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട്, IEP എന്ന് പറഞ്ഞു. അത്തരം അവരെ നോർമലിലേക്ക് ശരിക്കും അവരെ വേർതിരിക്കുന്നതാണ് അധികം പ്രശ്നം. അവരെ ഒരു സെപ്പറേറ്റ് സ്കൂളിലാക്കുമ്പോൾ അത്തരം കുട്ടികൾ മാത്രമായിട്ട് ഇവർക്കെന്തോ ഇവരൊരു വേറൊരു പൗരനാണെന്നുള്ള ഒരു തോന്നലുണ്ടാവും. അതിന് പകരം അവരെ നോർമൽ സ്കൂളിൽ തന്നെ പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ള പല സ്ഥലങ്ങളിലും സ്കൂളുകളിൽ ഒരു ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളെ എങ്ങനെ നോർമൽ ഇതിലേക്ക് എത്തിക്കുന്നുള്ള ഇൻഡിവിജ്വലൈസ് ട്രെയിനിങ്സാണ് നടത്തുന്നത്. എന്നിട്ട് മോർണിംഗ് സെഷൻസൊക്കെ സാധാരണ കുട്ടികളുടെ കൂടെ. അങ്ങനെ അവരെ എപ്പോഴും സാധാരണ കുട്ടികളിൽ ഉൾപ്പെടുത്തണം, എന്നാൽ അവർക്ക് പേഴ്സണലൈസ് ട്രെയിനിങ് കൊടുക്കുകയും വേണം. അപ്പോൾ എപ്പോഴും അവരെ സാധാരണ സ്കൂളുകളിൽ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്, സെപ്പറേറ്റ് ചെയ്യല്ല വേണ്ടത്. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തണം. ഈവൻ നമ്മുടെ സൊസൈറ്റിയിൽ കാണുകയാണെങ്കിൽ ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടീനെ നമ്മുടെ സൊസൈറ്റിയിൽ പുറത്ത് കാണിക്കാൻ ഒരു പിന്നാക്കം വലിക്കുന്നത് പല പാരൻസും ചെയ്യാറുണ്ട്. അത് ആക്ച്വലി ശരിക്ക് അവർക്കത് ഒരു പഠനത്തിനായാലും സൊസൈറ്റിയായിട്ട് ഇടപെടാനും ഒരു മീഡിയം ഒരു കുറവ് വരുമ്പോൾ അവരുടെ ഒരു സ്വഭാവ രീതികളിലും അതുപോലെ അവരുടെ ഒരു ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറില്ലേ? ഉണ്ട്. അത് ഈ ഒരു സ്റ്റിഗ്മ എപ്പോഴും നിലവിലുണ്ടല്ലോ. ഇതൊരു മാനസിക പ്രശ്നമാണോ? ഇപ്പോൾ നമ്മൾ ഇടപഴകുമ്പോൾ തന്നെ, ഇവരുമായിട്ട് ഇടപെടുമ്പോൾ തന്നെ, ഒരു ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ എന്നുള്ള ഒരു ആളുകളാണ്. അപ്പോൾ അത് എൻ്റെ കുട്ടിക്കൊരു
ഇതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണോ എന്നുള്ളൊരു പേടി പാരൻസിനുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമല്ല. അവരെ നോർമലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ പോലെ അവർക്ക് കഴിവുകളുണ്ട്, അത് വളർത്തിയെടുക്കുകയാണല്ലോ നമ്മൾ വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റിഗ്മയുടെ കാര്യമില്ല, നമ്മൾ ഏതൊക്കെ രീതിയിലാണെങ്കിലും അവരെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് പൊതുവെ സൊസൈറ്റിയിലുള്ള മറ്റ് രോഗങ്ങൾ പോലെയല്ല മാനസിക പ്രശ്നങ്ങൾ എന്നുള്ള ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും കുറേ മാറ്റം വരുന്നുണ്ട്, എന്നാൽ ഇപ്പോഴും അത് നിലവിലുണ്ട്. അത് ഡോക്ടർ നേരത്തെ സ്ട്രാറ്റജീസ് ചോദിച്ചില്ലേ, അതിനകത്തുള്ള മെയിൻ ഒരുപാട് കുട്ടികൾക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പാരൻസിന് പാരൻ്റൽ അവയർനെസ് അനദർ മാൻഡേറ്ററി തിങ്. കാരണം നമ്മൾ അവരെയും കൂടെ മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി പറയുമ്പോൾ തന്നെ ഇതൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ആണ്. കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ ബ്രെയിനിന് കഴിയാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നുള്ളത് പറഞ്ഞ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പം അവർ പറയാൻ ചാൻസ് ഉള്ള ഫ്രേസസ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് എഴുതുക, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കുട്ടികളെ എഴുതുക, ഇതൊക്കെ പക്ക പാരൻസ് പറയുന്നത് തന്നെയാണ്. നമ്മൾ ഓരോ സ്കൂളുകളിൽ പോയിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ പാരൻസ് പറയുന്ന സെയിം വേർഡിങ്സ് ആണ് ഇതെല്ലാം. അപ്പം പാരൻസിന് അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അവരിപ്പോൾ വീട്ടിൽ എണീറ്റ് രാവിലെ അവരുടെ ജോലിക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന പോലെ, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന പോലെ അതേപോലെ ടൈം കൊടുത്ത് ചെയ്യേണ്ടതാണ് കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ കൂടെ ഇരിക്കുക എന്നുള്ളത്. ഇതിപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് നേരെ എല്ലാം കൂടെ ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂളുകളിൽ അവർക്ക് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലേ, കാരണം കുറേ നമുക്ക് ഒരു കുട്ടീനെ തന്നെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളിലെ നമ്മളൊരു പരിധി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ IEP പോലെയുള്ള പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാകുമ്പോൾ ഫോളോ ചെയ്യുന്ന നല്ല രീതിക്ക് ചെയ്യുന്ന സ്കൂൾസ് ഉണ്ട്, വിജയബേരി ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ അത് ഈവനിങ്ങിലാണ്. ഓൾറെഡി ഇത്രയും കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അറ്റൻഷനൊക്കെ പ്രശ്നമുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ അവിടെ ഒരു പിരിപിരിത്തരത്തിലാവും അവർ ഇരിക്കുക. അതങ്ങനെ ഒരു കാര്യം. അപ്പോൾ പാരൻസിനോട് പറയുക, നിങ്ങൾ ഈ ഒരു 2 മണിക്കൂറാണ് കുട്ടിയെ പഠിപ്പിക്കാൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ വേറെ ഒന്നും ചെയ്യരുത്. എന്ത് കാര്യം ഇപ്പം നമ്മൾ ജോലിക്ക് പോകണം, അവിടെ നിന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ എണീറ്റ് പോകും. ഓക്കെ, 5 or 10 minutes നമ്മൾ എന്തെങ്കിലും ചെയ്യല്ല, അത് 1 മണിക്കൂർ 1 മണിക്കൂർ ഒന്നും കഴിഞ്ഞ് അടുക്കലല്ല വർക്കിന് വന്ന് നോക്കുക. അതേപോലെ അത്രയും ഇമ്പോർട്ടൻസ് ഇവരെ പഠിപ്പിക്കുന്നതിലും എടുക്കേണ്ടി വരും. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം 15 തവണ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ഇത് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ ഇത് വായിക്കാനാണോ ഇത്ര പ്രയാസം, അത് വായിക്കാൻ തന്നെയാണ് അവർക്ക് പ്രയാസം. അതുകൊണ്ടാണല്ലോ അവർ LD ഉള്ള കുട്ടികളായത്. അപ്പം പാരൻസിൻ്റെ ക്ഷമയും ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഒരെണ്ണം പറയുന്നത് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. അത് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് കുട്ടികൾക്ക് കിട്ടിയാലേ അവരത് പഠിക്കുകയുള്ളൂ. ഇപ്പം ഇത് ചെയ്ത് ഇത്രയും ചെയ്തല്ലേ നല്ല കാര്യം എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്താൽ ആ ഒരു മെത്തേഡ് അവർ വീണ്ടും ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഓക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് പോസിറ്റീവ് സ്ട്രോക്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ റിവാർഡ് സിസ്റ്റം ആയിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് അത് ഇതിലെന്നല്ല, ഏതൊരു ഇതിലും നമ്മൾ സാധാരണ ആയിട്ടുള്ള മനുഷ്യന്മാരോട് പോലെ കൊള്ളാലോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് അസുഖം ഉണ്ടെങ്കിലും അസുഖം ഇല്ലെങ്കിലൊക്കെ മനുഷ്യന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളൊരാളെ കാണുമ്പോഴേ ഇങ്ങനെയായല്ലോ അങ്ങനെയായല്ലോ എന്ന് ചോദിക്കുന്നതിന് പകരം ഓക്കെ നന്നായിട്ടുണ്ടല്ലോ ആ ഒരു വാക്കാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ പിന്നെ മിണ്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ തോന്നും. അത് തന്നെ ആ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോക്കൺ സിസ്റ്റം ആവാം, പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആവാം, അതൊക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും ചെയ്യാനുള്ള, പഠിക്കാനുള്ള, ഇരിക്കാനുള്ള ടെൻഡൻസി അവർക്ക് കൂടും. ഇനി ഒന്നും വേണ്ട, പഠിക്കാൻ മടിയാണെങ്കിൽ നമ്മളൊരു 5 minutes റൂൾ ഉണ്ടാക്കുക. ആ 5 മിനിറ്റെങ്കിലും അവിടെ ചെന്നിരിക്കുക. ഞാൻ ഈ 5 മിനിറ്റ് ഇത് ചെയ്യും, പക്ഷെ 5 മിനിറ്റിൽ നമ്മൾ കള്ളത്തരം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നേരത്തെ പറയണം. ഇനിയിപ്പോൾ പഠിക്കാൻ ഭയങ്കര 5 മിനിറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയാൽ മതി. പയ്യെ നമ്മൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിക്ക് ഒരു ബുക്ക് വെച്ച് കൊടുക്കും. ഓക്കെ, ഞാൻ ബുക്ക് വായിക്കാൻ ഇരിക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ പയ്യെ ഒന്ന് തുറന്നു നോക്കും. അങ്ങനെ നമ്മളൊരു 21 days ഒക്കെ മിനിമം ഒരു 21 days ആകുമ്പോൾ ഒരു ഹാബിറ്റ് ഫോമിങ് ആവും. നമ്മൾ നോർമലി ഒരു ആവറേജ് ആയിട്ട് പറയുമ്പോൾ ഒരു 21 days ആണ് ഹാബിറ്റ് ഫോമിങ്ങിന് പറയാം. അതുപോലുള്ളൊരു ഹാബിറ്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിൽ പാരൻസ് അത്രയും മീൻസ് അവരുടെ റോൾ വലുതാണ്. അപ്പം വായിക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ നമ്മളിരുന്ന് വായിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വായിച്ചിട്ട് ഇനി എന്തായി എന്ന് ചോദിക്കുന്ന രീതിക്ക് നമുക്ക് അവിടെ നിർത്താം. എന്നാൽ നീ വായിക്കുക എന്ന് പറഞ്ഞ് അതിനവരെ അതിലേക്കൊക്കെ അവരെയും കൂടെ ചേർത്ത് നിർത്താൻ നോക്കുക. അങ്ങനെയൊക്കെയാണ് അതിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പാരൻസിന് നല്ല റോളുണ്ട്. നല്ല റോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല, ഇൻക്ലൂഡിങ് അവയർനെസ്സും കാര്യങ്ങളും. അതാണ് പാരന്റൽ എഡ്യൂക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. ഇതിൻ്റെ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണതോടൊപ്പം അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് പാരന്റൽ എഡ്യൂക്കേഷൻ. അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത് ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, പലരും പറയണത് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു കുട്ടിയെ ഡീൽ ചെയ്യാൻ
നന്നായിട്ട് ഒരു നോർമൽ ചൈൽഡായിട്ട് വളർത്താൻ എന്ത് വേണം എന്നുള്ളത് പാരൻസിനുള്ള അവയർനെസ്സാണ് പ്രധാനം. ഇപ്പം അവയർനെസ് അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി അല്ലാണ്ട് നമ്മുടെ ആയുർവേദത്തിലൂടെ എങ്ങനെ നമുക്ക് ഈ LDനെ പരിഹരിക്കാൻ പറ്റും? അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള പല കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ ഒരു മൈൽഡ് കാറ്റഗറിയിലൊക്കെ കുറേ ഈ ട്രെയിനിങ് പ്രോഗ്രാംസും അത് മാത്രമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ആയുർവേദത്തിലാണ് ഈ മേധ്യങ്ങളായിട്ടുള്ള ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ശരിക്കും നമുക്ക് ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുണ്ട്. അപ്പോൾ ഇതോടൊപ്പം പിന്നെ കുട്ടിയുടെ പ്രശ്നങ്ങൾ അതും ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും എന്താണ് പ്രശ്നം എന്നുള്ള അത് മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാം. ഇതിനോട് കൂടി ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട്. അതല്ലെങ്കിൽ ഈ മേധ്യങ്ങളായിട്ടുള്ള മരുന്നുകൾ, ഇപ്പോൾ ശംഖുപുഷ്പം, വയമ്പ് പോലെയുള്ള മരുന്നുകളുണ്ട്, ബ്രഹ്മീകൃതം പോലെയുള്ള നെയ്യുകളുണ്ട്. അതെല്ലാം നമുക്ക് കുട്ടിയുടെ പ്രശ്നത്തിനനുസരിച്ച് കൊടുക്കാം. ഇതിലും ഈ ഒരു സ്റ്റിഗ്മ കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പാരൻസിനോട് പറഞ്ഞാലും മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പാരൻസിൻ്റെ അടുത്ത് നിന്നുണ്ട്. പക്ഷേ അത് കുറേയും കൂടി മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതൊന്നും ചെയ്യാതെ വെറുതെ മരുന്ന് കൊടുത്താൽ കുട്ടി നോർമലാവുമെന്ന് വിചാരിക്കണതിൽ അർത്ഥമില്ല. പക്ഷേ ഇതോടൊപ്പം നമ്മൾ മരുന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള, ഓർമ്മശക്തി കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ, ഇപ്പോൾ പറഞ്ഞ സാരസ്വതാരിഷ്ടോ, ബ്രഹ്മീകൃതമോ പല പല മരുന്നുകളുണ്ട്. കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണഘൃതം പോലെയുള്ള മരുന്നുകളുണ്ട്. അതെല്ലാം കൊടുത്തിട്ട് അതും കൂടെ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ എളുപ്പത്തിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. കുറേ കൂടെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് മാത്രം, തെറാപ്പികൾ മാത്രം ചെയ്യുന്നതിനേക്കാളും വിത്ത് മെഡിസിനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേയും കൂടിയും അതിൻ്റെ ഔട്ട്കം കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ADHD ഒക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള, ഇപ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്, ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ചും കൂടെ സിവിയറായിട്ട് വരാം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഇൻ്റർനൽ മെഡിസിൻ മാത്രമല്ല, കുറച്ച് സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് കുറച്ച് തെറാപ്പികൾ, ആയുർവേദ ചികിത്സകൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ തലപ്പൊതിച്ചിൽ പോലെയുള്ള അത്തരം ചികിത്സകൾ നമുക്ക് ചെയ്യണത്, ധാരയോ തലപ്പൊതിച്ചിലോ പോലെയുള്ള ചികിത്സകൾ ചെയ്യണത് നല്ലതാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനൊക്കെ ആയിട്ട്. അത് വളരെ ADHDയിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ആയുർവേദിക് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ചികിത്സകളും നമുക്ക് രോഗിക്കനുസരിച്ച് അല്ലെങ്കിൽ കുട്ടിക്കനുസരിച്ച്, കുട്ടിയുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റ് തെറാപ്പികൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഡോക്ടറെ, നമ്മുടെ LD ഉള്ള കുട്ടികളിൽ ഈ ഫങ്ഷണൽ അക്കാഡമിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഓക്കെ, ഫങ്ഷണൽ അക്കാഡമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ എപ്പാർട്ട് ഫ്രം അക്കാഡമി അവരുടെ ലൈഫിൽ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി, എങ്ങനെ സെൽഫ് സഫിഷ്യൻ്റ് ആയി, എങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കാണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഫങ്ഷണൽ അക്കാഡമിക്സ് പറയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരാൾക്ക് കൂട്ടാനും ഗുണിക്കാനും പ്രശ്നമാണ്. അവർക്ക് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ പ്രൊവൈഡ് ചെയ്യാം, അല്ലേ? നിങ്ങളത് കണക്ക് കൂട്ടിയേ പഠിക്കാവൂ എന്ന് പറയുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് അവർക്ക് പഠിയില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പം നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ആ കുട്ടികൾക്ക് അത് അത്രേ പിടിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു സിവിയർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സ്റ്റേജിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. എന്നിരുന്നാലും അത് വല്ലാണ്ട് അങ്ങോട്ട് പറ്റണില്ല വെച്ചാൽ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾക്ക് പഠിപ്പിക്കാം, അല്ലേ? അവരുടെ മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു കടയിൽ വേണമെങ്കിൽ അവർക്ക് നിൽക്കാം, എന്തെങ്കിലും സാധനങ്ങൾ പോയി മേടിക്കാം, ബില്ല്. അപ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഓ ഞാനും ഇത് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ കൂടെ ഉള്ളവരെ പോലെ. ആ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ നമുക്ക് അതിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് വേറെ എന്തൊക്കെ ജോലികൾ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മെഷർ ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ എങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പം അത് അത്രയും ഇല്ലാന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ പോലും അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും വലിയ കുഴപ്പമില്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷണൽ അക്കാഡമിക്സ് എന്ന് പറഞ്ഞൊരു വേറൊരു ബ്രാഞ്ച് എന്ന് പറയാം, വേറൊരു എൻറ്റൈറ്റിയും കൂടെ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടും അവർക്ക് വേറെ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഇമോഷണൽ ഇഷ്യൂസ് വരാറുണ്ട്. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഡിപ്രഷനിക്ക് പോകാറുണ്ട്. അയ്യോ ഞാൻ ഇനി ഇതിലേക്ക് പോവുകയാണോ, അപ്പം എനിക്ക് അങ്ങനെ ആലോചിച്ച് ടെൻഷൻ വന്ന ഒരു ആൻസൈറ്റി സ്പെക്ട്രത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ തന്നെ അടഞ്ഞ് വേറൊരു പേഴ്സണാലിറ്റി ഡിസോർഡർക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മറ്റുള്ളവരെ ദേഹത്തേക്ക് തീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിലേക്കൊന്നും പോകാണ്ട് എന്നെക്കൊണ്ടും പറ്റും, എനിക്കും ആവാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവർക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഫങ്ഷണൽ അക്കാഡമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രെയിനിങ് എല്ലാ സ്ഥലത്തും അത് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്.
കാരണം പ്രിവാലൻസ് നോക്കുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഗ്ലോബൽ പ്രിവാലൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 to 15% വരാറുണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 to 20 പല ചാനലിൽ പലതാവും, എന്നാലും ഒരു 20 ആ റേഞ്ചിലേക്കൊക്കെ പ്രിവാലൻസ് വരുന്ന ഒരു അസുഖമാണ് LD. അപ്പം അത്രയും ആൾക്കാരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളിത് എത്രത്തോളം അവരിലൊക്കെ എത്തിക്കാൻ പറ്റും എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പം കുറേ സ്ഥലത്തുണ്ട്, കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത്, അതായത് ഏർലി ഡിറ്റക്ഷൻ, അത് ആദ്യം ചെയ്യേണ്ടത് ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെയാണ്. അന്നേരം നമ്മൾ കൊടുക്കുമ്പോൾ മാറാനുള്ള ചാൻസും, നമ്മൾ കുറേ കഴിഞ്ഞിട്ട് അതിൽ വെക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പയും കൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോണതിന് മുമ്പേ ചെയ്യുന്നത് അത്രയും നല്ലത്. അപ്പം അക്കാഡമിക് സ്കിൽസ് പ്ലസ് ഇതുപോലെ തന്നെ ഫങ്ഷണൽ അക്കാഡമി, ബാക്കിയുള്ള അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നത്. ഇതിലും മൾട്ടി മോഡൽ അപ്രോച്ച് തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. എത്രത്തോളം മുന്നേ നമ്മളത് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഏർലി ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നു, അത്രത്തോളം അവർക്ക് അത്രയും ബെനിഫിഷ്യൽ ആവും അല്ലേ. ഈവൻ അക്കാഡമിക്സ് ആയിക്കോട്ടെ, അക്കാഡമിക്സും അവരുടെ ഒരു ദൈനംദിന ജീവിതം, ഒരു ഫങ്ഷണൽ അക്കാഡമിക്സ് ഒരു അവർക്ക് എൻകറേജ് ചെയ്യുന്നല്ലേ പറയുന്നത്, ഒരു അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം മാറാനുള്ള ഒരു ചാൻസസ്. അതുകൊണ്ട് ഈ അസിസ്റ്റീവ് ടെക്നോളജി ഒക്കെ ഇവർക്കൊക്കെ നല്ലതാ. എനിക്കിപ്പോൾ അത് വായിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഓഡിയോ കേൾക്കാം. എനിക്ക് പറയാൻ അറിയാം, പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ല. ഞാൻ പറയുന്നത് എഴുതുന്ന രീതിക്കുള്ള ആപ്പുകളുണ്ട്, അപ്പം അതൊക്കെ യൂസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കാം. അവർക്ക് എല്ലാ ഭാഗത്തും അവർ കോംപ്രമൈസ്ഡ് അല്ല, അവരുടെ IQ നോർമലായിരിക്കും, ചിലപ്പോൾ എബോ ആവറേജ് ആവും. അപ്പോൾ പിന്നെ അതൊക്കെ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ പ്രശ്നമുള്ളത് അതിനെ ഓവർകം ചെയ്യുന്ന രീതിക്ക് ബാക്കിയുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കുറച്ചും കൂടെ അവരെ നമ്മളൊരു പ്രൊഫഷണൽ ആക്കി എടുക്കാം, പ്രൊഫഷനെ പറയാൻ പ്രൊഫഷൻസി അറ്റൈൻ ചെയ്യിച്ച് കൊടുക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു അത്രയും കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അവരുടെ ഒരു ലേൺ ഡിസബിലിറ്റി ടാക്കിൾ ചെയ്യാനും പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് ജീവിച്ച് പോകാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, ഏത് ട്രീറ്റ്മെൻറ്റും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടതാണ്. അപ്പം എത്രയും നേരത്തെ തിരിച്ചറിയണോ അത്രത്തോളം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ്ഡ് ആയി കിട്ടും. നമ്മുടെ ആയുർവേദ ഫീൽഡിൽ എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്? ഇപ്പോൾ കോട്ടക്കൽ ഗവൺമെൻറ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അത് അവിടെ നാഷണൽ ആയുഷ് മിഷൻ്റെ സഹകരണത്തോടെ മേധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. അത് ഇതുപോലെ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടികളെ അവിടെ ഉള്ള കുറച്ച് സ്കൂളുകളിൽ, മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണത്. സ്കൂളുകളിലെ കുട്ടികളിൽ LP UP സ്കൂളുകളിലെ കുട്ടികളിൽ ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടികളെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാം. എന്നിട്ട് ആ കുട്ടികളെ എടുത്ത് അവരുടെ പാരൻസിനെയും കൂടെ വിളിച്ച് അവർക്ക് ഈ എന്ത് പ്രശ്നങ്ങളാണ് മുൻപ് പറഞ്ഞിരുന്നു, പല പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികളുടെ ഈ അക്കാഡമിക് പെർഫോമൻസ് കുറയും. അത് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സോർട്ട് ചെയ്യണം. ഈ ഓരോ പ്രശ്നങ്ങളുള്ള, ഇപ്പോൾ ആൻസൈറ്റി ആണോ, അതല്ലെങ്കിൽ ADHD ആണോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണോ പ്രശ്നം, അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിന് ഓരോരുത്തർക്കും വേണ്ട ഇൻ്റർവെൻഷൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് മേധ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കും. ഓക്കെ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള ഡിഫറെൻറ്റ് സ്കൂൾസിനെ കോൺടാക്ട് ചെയ്യും. ആദ്യം ടീച്ചേഴ്സിൻ്റെ കുറച്ച് കുട്ടികളെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ കുറേ കാലമായിട്ട് പഠിപ്പിക്കുമ്പോൾ അവർക്കറിയാം അല്ലേ, ഞങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ടും അവർക്ക് എത്താൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ അങ്ങനെയുള്ള കുട്ടികളെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ചെല്ലുമ്പം ഇവരെ വീണ്ടും നമ്മൾ അസസ് ചെയ്യും. നേരത്തെ മാം പറഞ്ഞ പോലെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പഠനത്തിലെ പിന്നോക്കാവസ്ഥ, അതിൽ ഒരെണ്ണം മാത്രമാണ് LD. അപ്പം എന്ത് കാരണം കൊണ്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത് ഇതേ കഴിഞ്ഞാൽ നമുക്ക് ടൈലേർഡ് അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ഇവിടെയും നമ്മൾ പാരൻ്റൽ കൺസെൻറ്റ് വളരെ നിർബന്ധമാണ്. നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ ചില പാരൻസിന് അത് വേണ്ട, കുട്ടിക്ക് ചെയ്യേണ്ട എന്ന് പറയുന്ന പാരൻസ് ഉണ്ടാവും. നമ്മൾ അവർക്കും കൂടെ ഒരു അവയർനെസ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ ആ പാരൻസും കൂടെ സമ്മതിച്ച് അവരുടെ കുട്ടികളെ നമ്മൾ ഇതിലേക്ക് എടുത്ത് അവർക്ക് നമ്മൾ അതും 3 കോമ്പണൻ്റ് ആയിട്ടാണ് ചെയ്യുക. ഒന്ന്, നമ്മൾ അവിടെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, മേധ്യമായിട്ടുള്ള മെഡിസിൻസും, പിന്നെ അവർക്ക് കുറച്ചുകൂടെ ദീപനപാചനമായിട്ടുള്ള മെഡിസിൻസൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് യോഗ ചെയ്യുന്നുണ്ട്. യോഗയിലുള്ള സെലക്റ്റഡ് ആസനാസും അതുപോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്സൊക്കെ അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് പാരൻസിനും കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഇതിലിപ്പം LD ആണെങ്കിൽ പോലും ബാക്കിയുള്ള അസുഖത്തിന് എന്തായാലും കൗൺസിലിങ്ങും അല്ലെങ്കിൽ തെറാപ്പി വേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ CBT ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും.
അപ്പം ഈ എൽ ഡിയിൽ പാരൻസിന് കൗൺസിലിംഗ് നമ്മൾ നേരത്തെ അവയർനെസ് ക്ലാസ്സേ പോകുന്നുള്ളൂ ഇന്ന കാരണം എന്ന്. ഇപ്പം എൽ ഡി അല്ലാണ്ട് തന്നെ നമ്മളൊരു കുട്ടിയുടെ പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 95% പാരൻസിൻ്റെ, നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പം ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടീനെ എന്ത് പറഞ്ഞാലും ഭയങ്കരമായിട്ട് തർക്കുത്തരം പറയുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, വീട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് ദേഷ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. കോപ്പി ചെയ്യുക, കൂടുതലും ചെയ്യുക. അപ്പൊ വീട്ടിൽ ദേഷ്യപ്പെടുന്ന ആൾ ദേഷ്യപ്പെടുമ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നത് കണ്ട് ആ കുട്ടി അതായിരിക്കും കൂടുതൽ പഠിച്ചു വെക്കുന്നത്. ഫാമിലിയുടെ ഇൻഫ്ലുവൻസും കുട്ടിയുടെ ഒരു എൽ ഡിക്കുള്ള കാരണം ആവാൻ ചാൻസ്. അതുകൊണ്ടും വരാം. അത് എൽ ഡിക്കല്ല, പഠിക്കാനുള്ള പ്രയാസത്തിനുള്ള ചാൻസ് കൂടുതൽ. എൽ ഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ബ്രെയിനിൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പാരൻസിൻ്റെ അടുത്ത് അപ്പം അത് കൊടുക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ പറയും നമ്മൾ മറ്റാളെയും കൂടെ വിളിച്ചിട്ട് വരാം, അവർക്കും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ച് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവർക്ക് നേരിട്ട് പോലും ഇതാണ് പ്രശ്നമെന്ന് അഡൾട്ട് അവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പ്രശ്നമുള്ള വീടുകളുണ്ട്. അപ്പോൾ കൗൺസിലിംഗ്, അപ്പം 3 എന്താ പറയുക രീതിക്കാണ് അതിന് അപ്രോച്ച് ചെയ്യുക. മെഡിസിൻ കൊടുക്കും, യോഗകളുണ്ട്, അതുപോലെ തന്നെ പാരന്റൽ കൗൺസിലിംഗ് ഉണ്ട്. അതിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള തെറാപ്പി വന്നാൽ അതും കൊടുക്കും. ഇതൊക്കെയാണ് മേധ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ചെയ്യുന്നത്.